എന്തോ പറയാനുണ്ടല്ലോ. അച്ഛനെങ്ങനെ മനസ്സിലായി? ആ അപ്പൊ ഉണ്ട്. നീ പൂച്ച പമ്മും പോലെ പമ്മിയപ്പോ എനിക്ക് മനസ്സിലായി. എന്താ കാര്യം? ഇപ്രാവശ്യം അച്ഛനും ചെറിയച്ഛനും കൂടെ മലയ്ക്ക് പോകുന്നില്ലേ? അതെ. ഞാനും കൂടെ വന്നോട്ടെ? ആ കൊണ്ടുപോണേന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? പിങ്കിമോളെ കൊണ്ടുപോട്ടേന്ന് ഇങ്ങനെ അച്ഛമ്മേനടുത്ത് അച്ഛൻ ചോദിച്ചായിരുന്നു. അപ്പം അച്ഛമ്മ എന്താ പറഞ്ഞെന്നറിയാമോ? എന്ത് പറഞ്ഞു? പിങ്കിമോളെ കൊണ്ടുപോവാതെ ഇവിടെ നിന്ന് ആരും മല ചവിട്ടണ്ടത്. ഞാൻ പേടിച്ചു. ഞാൻ വെച്ച അച്ഛമ്മ എന്നെ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞാണ്. ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ അച്ഛമ്മ മുടക്കാൻ പറയുമോ മോളെ? അപ്പൊ നമ്മൾ ഒരുമിച്ച് മലയ്ക്ക് പോകുന്നു. എന്താണ് അച്ഛനും മോളും കൂടെ തമ്മിലൊരു കളിയും ചിരിയും? ഞാനിവിടെ ഒന്ന് അറിയട്ടെ. അമ്മ, ഞാനും ഇപ്രാവശ്യം അച്ഛൻ്റെ കൂടെ മലയ്ക്ക് പോകാൻ പോവാ. ആണോ ഋഷിയേട്ടാ? പിന്നല്ലാതെ. ഞങ്ങള് 3 പേരും മലയ്ക്ക് പോകണം. ആ നന്ദുവിനെ വിളിച്ച് ഞാൻ പറയും. അവൻ എന്നെ എപ്പോഴും കളിയാക്കും. മലയ്ക്ക് പോകാൻ പറ്റൂല, മലയ്ക്ക് പോകാൻ പറ്റൂല എന്നും പറഞ്ഞ്. ഞാൻ ഇപ്രാവശ്യം മാലയിട്ട് മാലയപ്പുറമായിട്ട് മലയ്ക്ക് വന്നാൽ ഞാൻ അവനെ വിളിച്ച് പറയും. എന്നാലേ ഞാൻ എന്റെ അച്ഛനോട് ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ, മലയ്ക്ക് വരുന്നുണ്ടോന്ന്. അല്ല, നിന്റെ അച്ഛൻ ഈ കുടിക്കാതെയൊക്കെ ഇരുന്ന് വ്രതമൊക്കെ എടുത്ത് വരുമോ? അങ്ങനെ ചോദിച്ചാ നിന്റെ അച്ഛൻ പറയും അവര് പൊക്കോട്ടെ, ഞാൻ പിന്നെ പൊക്കോളാം. ചോദിച്ചോക്കാം. ചോദിച്ചോക്ക്. നമ്മുടെ പിങ്കി മോൾ ഇന്ന് വലിയ സന്തോഷത്തില അല്ലേ മക്കളെ? എന്തോ കാര്യം? അത് ശരി. എടാ, നാളെ എന്റെ മോള് ശബരിമലയ്ക്ക് പോവാൻ മാല ഇടുവാ. അയ്യോടാ, അവിടെ കന്നി മലയായത്. നാളെ രാവിലെ തന്നെ പോയി നമുക്ക് മാല ഇടണം. അയ്യോ, അപ്പൊ 41 ദിവസം വ്രതമൊന്നും എടുക്കണ്ടേ? 41 ദിവസം എടുക്കുന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷേ 18-ാം പടി ചവിട്ടി അയ്യപ്പനെ കാണാൻ പോകുമ്പോ 18 ദിവസത്തെ വ്രതം നിർബന്ധമാണ്. കൊച്ചമ്മ, ഞാനും ഇവരോട് മലയ്ക്ക് പൊക്കോട്ടാ. അയ്യോ, മുത്തോണം പോയി കഴിഞ്ഞാൽ അമ്മയുടെ കാര്യം ആരാ നോക്കുക? മരുന്നും വെള്ളമൊക്കെ എടുത്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ അമ്മയുടെ കാര്യമൊക്കെ നിങ്ങളെല്ലാം കൂടെ അല്ലയോ നോക്കുന്നത്? എടാ, എന്റെ കാര്യം നോക്കാൻ അയ്യപ്പനുണ്ട്. നീ പോയച്ചോ അവരുടെ കൂടെ. ഓട്ടാ. പൊയ്ക്കോ. അല്ല ലക്ഷ്മി, നിന്റെ അച്ഛൻ വരുന്നില്ലേ? ചോദിച്ചായിരുന്നോ? അത് ഞാൻ പറഞ്ഞുതരാം എന്തായിരിക്കും ഉത്തരവെന്ന്. ശബരിമല എന്നല്ല, ഏതമ്പലത്തിലും ഭഗവാനെ കാണാൻ നമ്മൾ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. ഈശ്വരന്റെ ചിന്ത മാത്രം മതി. ഭഗവാൻ ഇങ്ങോട്ട് വന്നോളും. സൗകര്യമുണ്ട്, ജംഗ്ഷനിൽ വന്നെന്ന് വിളിക്കുമെന്നൊക്കെ അദ്ദേഹം പറയുന്നത്. എനിക്കറിയാൻ വയ്യേ. ഇത് തന്നെ പറഞ്ഞേ, അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? കണ്ട, ഈ അമ്പലത്തിൽ പോകാൻ മടിയുള്ളവരുടെ എല്ലാവരുടെയും സ്ഥിരം ഒരു ഉത്തരവായത്. പിന്നെ നിന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്നോട്. അല്ല, അച്ഛനങ്ങനെ മടിയൊന്നുമില്ല. എന്നാലും ഒരു ചെറിയ മടി പോലല്ലേ? ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം. നാളെ മാലയിട്ട് ഇവര് ശബരിമലയ്ക്ക് പോവുക. നിന്റെ ഭർത്താവും നിന്റെ മോളും അവിടെ കന്നി മലയും കൂടാ. അതുകൊണ്ട് നാളെ തൊട്ട് നല്ല വൃത്തിയായിട്ട് കാലത്തും വൈകിട്ടും അടിച്ച് നനച്ച് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് നല്ല ഭക്തിയായിട്ട് വേണം ഇരിക്കാൻ. അറിയാമല്ലോ? എല്ലാവരും അങ്ങനെ നോക്കണമെന്നുണ്ടോ? അയ്യോ ഉണ്ട്, പ്രത്യേകിച്ച് നീ. അതെ അതെ അതെ, നീ കൊറേ അതെ അതെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യണ്ട. ഇത് ഞങ്ങളുടെ കുടുംബകാര്യ. അതാ, സുരഭി നമ്മുടെ കുടുംബത്തിലെ ആളല്ലേ? ഇതാ ഞാൻ പറയുന്നത്. ഒരു കാര്യം ഞാൻ രണ്ടുപേരെടുത്തും പറയുക. നാളെ മാലയിട്ട് ശബരിമല പോയി അവര് തിരിച്ചു വരുന്നിടം വരെ ഈ വീട്ടിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ആവശ്യമില്ലാത്തൊരു വർത്താനം പറയുകയോ തമ്മിലടിക്കുകയോ ചെയ്താല്